ഹലോ ഹായ് നമസ്കാരം. ഈ വീഡിയോയുടെ തംബ്നെയിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഈ വീഡിയോ പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വി സതീശനെ കുറേ ട്രോൾ ചെയ്യുന്ന ഈ രാഷ്ട്രീയപരമായിട്ടുള്ള കുറച്ച് ആരോപണങ്ങളും കൂടി മുന്നോട്ടെടുത്ത് വെക്കുന്ന അങ്ങനൊരു വീഡിയോ ആയിരിക്കും. ചിലപ്പോൾ അതിനോട് യോജിക്കാൻ വേണ്ടിയോ വിയോജിക്കാൻ വേണ്ടിയിട്ടോ ആയിരിക്കും നിങ്ങൾ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവുക. സ്വാഭാവികമായും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് വിയോജിപ്പുള്ള കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകളെ വിമർശിക്കാൻ തന്നെയാണ് ഈ വീഡിയോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഈ വീഡിയോ ക്ലിക്ക് ചെയ്ത് കയറും എന്നെനിക്കറിയാവുന്നതുകൊണ്ടാണ് പറയുന്നത്. ഇത് ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തണം എന്നുള്ളതുകൊണ്ട്. നമ്മുടെ സംസ്ഥാനം ഒരു വലിയ ദുരന്തത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നഷ്ടങ്ങളുണ്ടാകുന്നത് നമ്മളെപ്പോലെ തന്നെയുള്ള മനുഷ്യർക്കാണ്. ഒരുപാട് മനുഷ്യർ അവരുടെ കിടപ്പാടം നഷ്ടമായി, അവരുടെ ബിസിനസ് ഇല്ലാതെയായി, അവരുടെ ഉറ്റവരെവിടെയാണെന്ന് പോലും അറിയാതെ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളിലേക്ക് നമ്മുടെ ഗവൺമെൻറ്റിന് സഹായം എത്തിക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് CMൻ്റെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത്. അതിലേക്ക് സംഭാവന ചെയ്യുക എന്ന് പറയുന്നത് അത് നമ്മളിപ്പോൾ ചെയ്യേണ്ട കാര്യമാണ്. ഈ പറയുന്ന രാഷ്ട്രീയ വിയോജിപ്പുകളും അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിലെ പ്രശ്നങ്ങളും ഒക്കെ നിൽക്കുമ്പോഴും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് ഒരുപാട് ആളുകളുടെ ഒരു ആശ്വാസ നിധിയാണ്. അതിലേക്ക് നമ്മളെ കൊണ്ടാവുന്ന തുക എത്ര രൂപയാണെങ്കിലും അത് നമുക്ക് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ, അതും വെരിഫൈഡ് ആയിട്ട് ഗവൺമെൻറ് വെബ്സൈറ്റ്സിൽ കിട്ടുന്ന ഡീറ്റെയിൽസ് ഉപയോഗിച്ചുകൊണ്ട് പേയ്മെൻറ്റ് നിർവഹിക്കുക. അങ്ങനെ പരമാവധി ഫണ്ട് നമ്മുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തേണ്ടുന്ന ഒരു സമയമാണ്. അതിനോടൊപ്പം ഒരു കാര്യം കൂടി, ഇത് ചിലപ്പോൾ ഭയങ്കര ഇല്ലോജിക്കലായിരിക്കും, എനിക്ക് പെട്ടെന്ന് പറയാൻ തോന്നുന്നൊരു കാര്യമാണ്. ഇത് ഓണം സമയമാണ്. ഓണത്തിൻ്റെ സമയമാകുമ്പോഴാണ് ഇത്തരം കെടുതികൾ നമ്മളെ ഏറ്റവും ഭീകരമായിട്ട് ബാധിക്കുക. ഇത്തവണത്തെ ഓണത്തിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരുപാട് വ്യാപാരികൾ അവരുടെ കടയിലേക്ക് ഒത്തിരി സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്. ഞാനൊരു ഓണം ഷോപ്പിംഗ് നടത്തുന്ന ആളൊന്നുമല്ല, പക്ഷേ ഓണത്തിനോടനുബന്ധിച്ച് റേഡിയോയിൽ വർക്ക് ചെയ്യുന്ന സമയത്തും അല്ലാതെയൊക്കെ ഓണം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകളുടെ ഒരു വലിയ ഷോപ്പിംഗ് സീസണാണ്. അതിനെ മുന്നിൽ കണ്ടുകൊണ്ട് എക്സ്ട്രാ സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ടുള്ള ആളുകളുണ്ട്. അവരുടെയൊക്കെ സ്റ്റോക്കിലാണ് വെള്ളം കയറിപ്പോയത്. അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് അവിടെ ഇല്ലാണ്ടായിട്ടുള്ളത്. ഇൻഷുറൻസ് ഉള്ള കടകളുണ്ടാവും, പക്ഷേ വളരെ ചെറിയ വ്യാപാരികളും ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അവർ ചിലപ്പോൾ അതിൻ്റെ ഇൻഷുറൻസ് മറ്റു കാര്യങ്ങളൊന്നും കൃത്യമായി മോണിറ്റർ ചെയ്തിട്ടുണ്ടാവില്ല. ഈ ഓണത്തിന് നമ്മൾ ചിലവാക്കാൻ വെച്ചിട്ടുള്ള ഒരു ഫണ്ട് ഉണ്ടല്ലോ, ഈ ദുരിതത്തിൽ നിന്ന് കരകയറി ഈ ചെറുകിട വ്യാപാരികൾ അവരുടെ ജീവിതം പുനഃസൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ അവരുടെ കടയിൽ നിന്ന് സാധനം വാങ്ങുക എന്നുള്ളത്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള കൊച്ചു കൊച്ചു കടകൾ, അവർക്ക് ഓരോരുത്തർക്കും ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ അത് നികത്താൻ അവരുടെ മുന്നിലുള്ള ഒരേ ഒരു വഴി ആ കടയിലൂടെ തന്നെ കിട്ടുന്ന വരുമാനമായിരിക്കും. അപ്പോൾ അതിലേക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ആലോചിക്കുക. കേരളം എല്ലാ കാലത്തും പ്രകൃതി ദുരന്തങ്ങളെയും അല്ലാതെയുള്ള രോഗാവസ്ഥകളെയും എല്ലാം മറികടന്നിട്ടുള്ളത് ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നപ്പോഴാണ്. അത് ഇപ്രാവശ്യവും സംഭവിക്കണം, എല്ലാ കാലവും സംഭവിക്കണം എന്നുള്ള കാര്യം ഓർമ്മിച്ചിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ മുഖ്യമന്ത്രി VD സതീശൻ ഒരുപക്ഷേ സോഷ്യൽ മീഡിയയിലെ സെലിബ്രേഷൻ എന്ന് പറയുന്നത് കേരളത്തിലൊരു മുഖ്യമന്ത്രിക്ക് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ഒരു നേതാവിന് മുഖ്യമന്ത്രി ആവാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത് VD സതീശനിലാണ് നമ്മൾ കണ്ടത്. മുഖ്യമന്ത്രി ആവാൻ വേണ്ടിയുള്ള ആളുകൾ ആരൊക്കെയായിരുന്നു എന്നുള്ളത് നമ്മൾ ആ സമയത്ത് കണ്ടിരുന്നു. പക്ഷേ സോഷ്യൽ മീഡിയ മുഴുവൻ VD സതീശൻ എന്നാണ് ഉറക്കെ വിളിച്ചുകൊണ്ടിരുന്നത്. അതിന് പല കാരണങ്ങളുണ്ടായിരുന്നു. ഒരു വലിയ കാരണം പറയാനുള്ളത് ഈ വാഹന മോഡിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം, അതിൽ അനുവദിക്കാവുന്ന കാര്യങ്ങളൊക്കെ അനുവദിക്കാം എന്ന് അദ്ദേഹം പറയുമ്പോൾ ഈ വാഹന മോഡിഫിക്കേഷനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന വാഹന പ്രേമികൾ, വളരെ ചെറിയ പ്രായത്തിലുള്ള ഒത്തിരി ആളുകൾ, ഇവർക്കെല്ലാവർക്കും ഭയങ്കര പ്രതീക്ഷയാണ്. ഇവരെ എല്ലാവരെയും നമ്മൾ കാണുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട സ്പേസ് ഈ ദുരന്തമുഖങ്ങളാണ്. ഇവിടെ മറ്റു വാഹനങ്ങൾക്ക് ചെന്നെത്താൻ പറ്റാതിരിക്കുമ്പോൾ ബോട്ടുകളിലും മറ്റും പോകുന്ന രക്ഷാപ്രവർത്തകരോടൊപ്പം മോഡിഫൈഡ് ആയിട്ടുള്ള വാഹനങ്ങൾ ഇറങ്ങാറുണ്ട്. കാരണം അവർ മോഡിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നത് എവിടെ റോഡ് അവസാനിക്കുന്നു അവിടെ നിന്ന് ആരംഭിക്കാനാണ്. ഒരു ദുരന്ത സാഹചര്യത്തിൽ തങ്ങളുടെ മോഡിഫൈഡ് ആയിട്ടുള്ള വാഹനങ്ങൾ എടുത്ത് ഇറങ്ങിയിട്ടുള്ള ആളുകൾ അവരെല്ലാവരും മുഖ്യമന്ത്രിയുടെ ഈ പ്രഖ്യാപനം വന്നപ്പോൾ ഒരുപാട് പ്രതീക്ഷിച്ചിട്ടുണ്ടാകും. ഒരുപാട് യങ്സ്റ്റേഴ്സിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, അദ്ദേഹത്തിൻ്റെ പുരോഗമനപരമായ കാഴ്ചപ്പാടുകൾ ഇതൊക്കെയും ഉപകാരപ്പെടും എന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാകും. പക്ഷേ ഇപ്പോൾ അദ്ദേഹം സോഷ്യൽ മീഡിയയിലാണ് ഏറ്റവും കൂടുതൽ ആക്രമണത്തിന് ഇരയായിക്കൊണ്ടിരിക്കുന്നത്. ആക്രമണം എന്ന് പറയുന്നതിനേക്കാൾ വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറയാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. കേരളം ഒരു മിന്നൽ പ്രളയത്തെ നേരിട്ട ദിവസം, പല ആളുകൾക്കും എണീറ്റൊന്നും ഓടാൻ പോലുള്ള സമയം കിട്ടാതിരുന്നൊരു സമയം. അതിനുശേഷം രക്ഷാപ്രവർത്തകരായി മാറിയിട്ടുള്ള ആളുകളുണ്ട്. ഉറ്റവർക്കും ഉടയവർക്കും എന്ത് സംഭവിച്ചു എന്നറിയാൻ വേണ്ടി TV നോക്കിയിരുന്ന ആളുകളുണ്ട്. ന്യൂസ് ഫോളോ ചെയ്ത ആളുകളുണ്ട്. പക്ഷെ അവിടെയൊന്നും ഒരു അടിയന്തരാവസ്ഥയെ പരിഗണിച്ച് മുഖ്യമന്ത്രി ഒരു പത്രസമ്മേളനം നടത്തുന്നത് കണ്ടില്ല. തീർച്ചയായും ഒരു നിരാശയായിരുന്നു. നമുക്ക് വളരെ പ്രാക്ടിക്കൽ സെൻസിൽ നോക്കാനാണെങ്കിൽ ഒരു ദുരന്തം അല്ലെങ്കിൽ ഒരു ദുരിതം ഉണ്ടാകുന്ന സമയത്ത് അതിനെ മോണിറ്റർ ചെയ്തുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന കാര്യത്തിലുള്ള മിടുക്കാണ് മുഖ്യമന്ത്രിക്ക് ഉണ്ടാവേണ്ടത്. പക്ഷേ ഇവിടെ ഇത്രയും വലിയൊരു ദുരന്തത്തെ നേരിടുമ്പോൾ ജനങ്ങൾ ആഗ്രഹിക്കുന്ന മാനസികമായിട്ടുള്ള ഒരു സാമീപ്യമുണ്ട്. നമ്മുടെ ഗവൺമെൻറ് നമ്മുടെ കൂടെയുണ്ട്, ഞങ്ങളുടെ മുഖ്യമന്ത്രി ഞങ്ങളെ കാണാൻ വന്നിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ഫീൽ അവിടെയുണ്ട്. അത് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് നമുക്ക് കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഇല്ല. 2 ദിവസം മുഖ്യമന്ത്രി പത്രസമ്മേളനമോ ഇതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ് അദ്ദേഹമായി അവതരിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹത്തെ കണ്ട മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞത് കാര്യങ്ങളൊക്കെ ഓഫീസ് ബ്രേക്ക് ചെയ്യും എന്നാണ്. അതിനുശേഷം അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കണ്ടു. ആ മാധ്യമപ്രവർത്തകർക്ക് ചോദിക്കാൻ വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളുണ്ടായിരുന്നു. അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് കൂടുതൽ നമ്മൾ ഈ ഇമോഷണൽ ലെവലിൽ നിന്നുകൊണ്ട് തന്നെ ആളുകൾ കണക്റ്റ് ആവുന്ന ചില കാര്യങ്ങളാണ് ചോദിക്കാനുണ്ടായിരുന്നത്. ആ ചോദ്യങ്ങളിലേക്ക് കടക്കുമ്പോൾ മുഖ്യമന്ത്രി വളരെ ക്ഷുഭിതനാവുകയും വളരെ
എന്താ പറയുക, ഇല്ലോജിക്കലായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ബാലിശമായിട്ടുള്ള പ്രത്യാരോപണങ്ങൾ എടുത്ത് മുന്നിൽ വെക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ദുരന്തബാധിത പ്രദേശങ്ങളിലേക്ക് എത്തുന്നതിന് പകരം അന്നേ ദിവസം 5 പേരുടെ മരണം നടന്നിട്ടുള്ള സ്ഥലത്തിന് തൊട്ടടുത്ത് മുഖ്യമന്ത്രി ഒരു വിരുന്നിൽ പങ്കെടുക്കാൻ പോയി എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ ഭാര്യാപിതാവിനെ കാണാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് സംവിധാനം ഉപയോഗിച്ച് ഹെലികോപ്റ്റർ ഉപയോഗിച്ച് അദ്ദേഹം ഒരു യാത്ര നടത്തി എന്നുള്ളതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട 2 ആരോപണങ്ങളായി മുന്നിലുണ്ടായിരുന്നത്. അതിൽ വിരുന്നിൽ പങ്കെടുക്കാൻ പോയി എന്നുള്ള കാര്യം പറയുമ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് രാവിലെ 5 മണിക്ക് തന്നെ ഞാൻ എല്ലാ മന്ത്രിമാരെയും ഓരോ ജില്ലയുടെയും ഉത്തരവാദിത്തമുള്ള മന്ത്രിമാരെ വിളിച്ചു, MLA മാരെ വിളിച്ചു, കളക്ടർമാരെ വിളിച്ചു, എല്ലാ കാര്യങ്ങളും ഞാൻ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ നേരിട്ട് വരേണ്ട ആവശ്യമുണ്ടോ എന്ന് അവരോട് ചോദിച്ചു, ഉദ്യോഗസ്ഥരോട് ചോദിച്ചു. അവർ പറഞ്ഞു ഇല്ല. അങ്ങനൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ ട്രെയിൻഡ് പ്രൊഫഷണൽസ്, അതുപോലെ രക്ഷാപ്രവർത്തനത്തിന് ഇതിനു മുമ്പ് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ, അതിനപ്പുറത്തേക്ക് ഒരാളവിടെ ഓടിച്ചെന്നിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, ചിലപ്പോൾ അത് അപകടമാവുമായിരിക്കും. പക്ഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അവിടെ ചെല്ലുക എന്ന് പറയുന്നത് കളക്ടർക്കോ MLA മാർക്കോ മന്ത്രിമാർക്കോ എന്നുള്ളതിനേക്കാൾ രക്ഷാദൗത്യത്തിന് ഇറങ്ങിത്തിരിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ദുരന്തബാധിതരായിട്ടുള്ള ആളുകൾക്കുമാണ് ഏറ്റവും പ്രധാനം. ഞങ്ങളുടെ മുഖ്യമന്ത്രി ഞങ്ങളെ കാണാൻ വരും, ഏത് ദുരിതമുണ്ടായാലും അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ടാവും. ഇത് ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ളൊരു സ്റ്റേറ്റാണ്. അവിടെ മുഖ്യമന്ത്രി ചെയ്തത് അദ്ദേഹം ഉദ്യോഗസ്ഥരോടും അദ്ദേഹത്തിൻ്റെ MLA മാരോടും ഒക്കെ വിളിച്ചു ചോദിച്ചു. അപ്പോൾ അവരെല്ലാം പറഞ്ഞു അങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ നേരത്തെ പ്ലാൻ ചെയ്ത ആ ഷെഡ്യൂളിലേക്ക് പോയി. ഞാൻ പറയുന്നത് അത് തെറ്റാണെന്നല്ല, പക്ഷേ ഇവിടെ കരുതൽ ആഗ്രഹിക്കുന്ന ഒരു ചേർത്ത് നിർത്തൽ ആഗ്രഹിക്കുന്ന ജനങ്ങളുണ്ട്. ഒരുപക്ഷെ അവരുടെ അടുത്ത് നേരിട്ട് ചെന്നിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹം ഒരു പത്രസമ്മേളനം വിളിച്ച് ഈ വിഷയത്തെ ഒന്ന് അഡ്രസ്സ് ചെയ്യുകയാണെങ്കിൽ അത് അവർക്ക് കൊടുക്കുന്ന ഒരു വലിയ ആശ്വാസമുണ്ട്. അവിടെ പ്രയോറിറ്റിയാണ്. നമ്മൾ CM എന്ത് പ്രയോറിറ്റൈസ് ചെയ്തു എന്നുള്ളതാണ്. എൻ്റെ ജനങ്ങൾക്കൊപ്പം ഞാനുണ്ട് എന്നുള്ള തോന്നൽ അവർക്ക് കൊടുക്കണം, മാനസികമായ ഒരു പിന്തുണ ഞാൻ അവർക്ക് കൊടുക്കണം എന്നുള്ള പ്രയോറിറ്റിയേക്കാൾ കാര്യങ്ങളൊക്കെ നടന്നു പോയിക്കോളും. അതുകൊണ്ട് ഞാൻ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുള്ള പരിപാടികൾ, അതിലൊരു ഉദ്ഘാടന പരിപാടി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യാപിതാവിനെ കാണാൻ വേണ്ടിയിട്ട് ഹെലികോപ്റ്ററിൽ പോവേണ്ടുന്നൊരു സാഹചര്യം. പക്ഷേ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് ഞാൻ കൊച്ചിയിലൊരു ഇൻവെസ്റ്ററെ കാണാൻ പോയതാണ്. നമുക്കറിയാം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. കേരളത്തിൽ ഒരു ഇൻവെസ്റ്റർ വരുമ്പോൾ ഇവിടെ അയാൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അയാളുടെ കാര്യങ്ങളൊക്കെ കൃത്യമായി നടന്നു പോകണമെങ്കിൽ അയാൾ ഈ ഗവൺമെൻറ് സിസ്റ്റത്തിനോടൊപ്പം നിൽക്കണം. പക്ഷേ ഇവിടെ CM തീരുമാനിച്ചത് ഇൻവെസ്റ്റർ എവിടെയുണ്ടോ അങ്ങോട്ടേക്ക് മുഖ്യമന്ത്രി പോകും എന്നുള്ളതാണ്. കാരണം അവർ തമിഴ്നാട് മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്നെ കാണാതെ അവർക്ക് പോകേണ്ടി വന്നല്ല. അവർ കൊച്ചിയിൽ കാണാമെന്ന് പറഞ്ഞു, മുഖ്യമന്ത്രി അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. പക്ഷേ അവർക്ക് അടിയന്തരമായി ഡൽഹിയിലേക്ക് പോകേണ്ടി വന്നപ്പോൾ മുഖ്യമന്ത്രി കൂടുതൽ ധൃതിപ്പെട്ട് ഇൻവെസ്റ്ററെ കാണാൻ ചെന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളം ഇന്നേ വരെ കണ്ടിട്ടുള്ളതിനേക്കാൾ വലിയൊരു ഇൻവെസ്റ്റർ ഇവിടെ വരികയാണ്. അത്രയും അതിഭീമമായ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ നടക്കാൻ പോവുകയാണ്. നമുക്കെല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും അതാരാണെന്നറിയാൻ. കാരണം ഇത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് മുഖ്യമന്ത്രി അങ്ങോട്ട് തൻ്റെ തിരക്കുകളും തൻ്റെ ജനങ്ങളുടെ ദുരിതപ്പെയ്ത്തും എല്ലാം മാറ്റിവെച്ച് ഓടിച്ചെല്ലാൻ മാത്രം ഒരു ഇൻവെസ്റ്റർ ഇവിടെ ഉണ്ടെങ്കിൽ അയാൾക്ക് വേണേൽ കേരളം വിഴുങ്ങാവുന്നേ ഉള്ളൂ. സോ ആ ഇൻവെസ്റ്റർ ആരാണെന്നുള്ളതും നമ്മുടെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രി കാണാൻ ചെല്ലുന്ന നമ്മുടെ ഈ പ്രദേശത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന ഒരാളാരാണ് എന്നൊക്കെ അറിയാനുള്ള ഒരു ധാർമ്മികമായ അവകാശം നമുക്കുണ്ട്. അല്ലാതെ എല്ലാം കഴിഞ്ഞ് ഒപ്പിട്ട് കൊടുത്തു ഇയാൾക്കാണ് ഞാൻ ഈ അവകാശങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി പറയുന്നതിന് മുമ്പ് ഇതാരാണ് ഇൻവെസ്റ്റർ എന്നറിയാനുള്ള ഒരു അവകാശം നമുക്കുണ്ട്. പത്രപ്രവർത്തകർ പത്രസമ്മേളന സമയത്ത് മുഖ്യമന്ത്രിയോട് അത് ചോദിച്ചപ്പോൾ അതാരാണെന്ന് അറിഞ്ഞിട്ട് നിങ്ങൾക്കത് കുളമാക്കാനല്ലേ എന്നാണ് മുഖ്യമന്ത്രി തിരിച്ചു ചോദിക്കുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരു പത്രപ്രവർത്തകനോ 4 പത്രപേജുകളോ വിചാരിച്ചാൽ കേരളത്തിൽ ഇത്രയും ഭീമമായ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു ഇൻവെസ്റ്ററെ മുഖ്യമന്ത്രി അങ്ങോട്ട് ചെന്ന് കാണുന്ന അത്രയും ശക്തനായ ഒരു ഇൻവെസ്റ്ററിനെ അത് കുളമാക്കി കൈ തരാൻ പറ്റുമെന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ സെൽഫ് കോൺഫിഡൻസ് ഇല്ലായ്മ അല്ലെങ്കിൽ സെൽഫ് വർത്തിനെ കുറിച്ചുള്ള സംശയമാണ് എനിക്കതിനകത്ത് കാണാൻ പറ്റുന്നത്. അത്രയും വലിയൊരു ഇൻവെസ്റ്റർ എന്ന് പറയുമ്പോൾ അയാൾക്ക് ഈ മാധ്യമങ്ങളുടെ 1-2 പേജുകളിൽ വരുന്ന വാർത്തയ്ക്ക് അപ്പുറത്ത് കാര്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാണോ? അല്ലാതെ എവിടുന്നോ കുഴിച്ചെടുത്തപ്പോൾ കുറേ കാശ് കിട്ടി, ഇത് എവിടെ കൊണ്ടുവിടുമെന്ന് അറിയാതെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ഒരാൾ എല്ലാ മന്ത്രിമാരും പുള്ളിയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നു. അങ്ങനെയല്ലല്ലോ. അത്രയും വലിയ തുക ഇൻവെസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ അയാൾക്ക് കൃത്യമായ ഒരു മാനേജ്മെൻറ്റ് ടീം ഉണ്ടാവും. അവർ പഠിക്കും. മുഖ്യമന്ത്രിമാരെല്ലാവരും അവരുടെ വീട്ടിൽ ചെന്ന് കഥാപ്രസംഗം നടത്തിയാലും എവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് അവർക്കൊരു തീരുമാനമുണ്ടാവും. ഇത് ഞാൻ പറയുമ്പോഴേ നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വി ഡി സതീശൻ എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് സതീശൻ സാർ എന്ന് പറയണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കമൻറ്റ് ബോക്സിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഒരു മിമിക്രി കലാകാരനെ കൊണ്ട് ബഹുമാനം കുറഞ്ഞു പോയി എന്ന് പറയിപ്പിച്ച ആളുകളാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി ഡി സതീശൻ സാർ, അദ്ദേഹം ഇത്രയും വിമർശനം ഏൽക്കേണ്ടി വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം കേരളത്തിൽ തുടർന്ന് വരുന്ന ഒരു കൾച്ചറാണ്. ആ കൾച്ചറിൻ്റെ ഭാഗമായിരുന്നു വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് ഒരു പുതിയ കാര്യം ഒരു മന്ത്രിസഭ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അതിലെ കാര്യകാരണങ്ങൾ പഠിച്ചതിന് ശേഷം വിമർശിക്കുക എന്നുള്ളതിൽ നിന്ന് മാറി എന്ത് വന്നാലും വിമർശിക്കുക,
വിമർശിച്ച ആളെ കൂട്ടുക, പത്രക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുക, മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുക എന്ന് പറയുന്ന ഒരു രീതി പ്രതിപക്ഷ സ്ഥാനത്തുള്ള രാഷ്ട്രീയ പാർട്ടികൾ അനുഷ്ഠിച്ചു വരുന്നുണ്ടായിരുന്നു. മുമ്പത്തെ ഗവൺമെൻറ് ഭരിക്കുന്ന സമയത്തും വി ഡി സതീശൻ പല കാര്യങ്ങളിലും ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ അതിൽ വസ്തുതാപരമായി എന്തൊക്കെയാണുള്ളതെന്ന് നമുക്ക് തന്നെ സംശയം തോന്നിപ്പോകുന്നത് പോലെയാണ്. അങ്ങനെ വിമർശിച്ച് എന്ത് വന്നാലും വിമർശിക്കുമെന്ന് പറയുന്ന ഒരു സാമൂഹ്യ സാഹചര്യമായിപ്പോയി. പക്ഷേ ഇവിടെ ഈ ഇൻവെസ്റ്റ് ചെയ്യാൻ വന്നിട്ടുള്ളത് ആരാണ് എന്നറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് അവകാശമുണ്ട്. പക്ഷേ നിങ്ങൾക്കത് മുടക്കാൻ വേണ്ടിയല്ലേ, ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്ന പഴയ കരിക്കിൻ്റെ എപ്പിസോഡ് അത് ആരോ റീലായിട്ട് പോസ്റ്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ലോലനോട് ചോദിച്ചപ്പോൾ സിനിമയ്ക്ക് പോയി എന്ന് പറയുന്നതിനേക്കാൾ എനിക്ക് പോപ്കോൺ തിന്നണമെന്ന് ആഗ്രഹം തോന്നി, അപ്പം ഞങ്ങൾ പോപ്കോൺ കിട്ടുന്ന സ്ഥലം അന്വേഷിച്ച് അവസാനം തിയേറ്ററിൽ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ടിക്കറ്റ് എടുത്താലേ പോപ്കോൺ കിട്ടുള്ളൂ, അതുകൊണ്ട് ടിക്കറ്റ് എടുത്തു. ഫസ്റ്റ് ഹാഫ് കണ്ടു കഴിഞ്ഞപ്പോൾ പോപ്കോണും കഴിച്ചു, ബാക്കിയും കൂടി കണ്ടിട്ട് തിരിച്ചു വന്നു എന്ന് പറയുന്നത് പോലെ ഭാര്യാപിതാവിനെ കാണാൻ വേണ്ടി ഹെലികോപ്റ്റർ ഉപയോഗിച്ചു എന്ന് പറയുന്ന ഒരു കാര്യം പറയുമ്പോൾ ഞാൻ ഇൻവെസ്റ്ററെ കാണാൻ വേണ്ടിയാണ് പോയത്. അപ്പോൾ ഭാര്യാപിതാവിനെ കാണുക എന്ന് പറയുന്നത് ആ ഹെലികോപ്റ്റർ പറത്തുന്നതിൻ്റെ ഉദ്ദേശമേ ആയിരുന്നില്ലേ എന്നാണോ? ഇനി ഞാൻ വീണ്ടും പറയുന്നു, അദ്ദേഹം ഒരു പേഴ്സണൽ കാര്യത്തിന് വേണ്ടി ഹെലികോപ്റ്റർ ഉപയോഗിച്ചു എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. പലയിടങ്ങളിലും വളരെ പെട്ടെന്ന് അദ്ദേഹത്തിന് എത്തിച്ചേരേണ്ടതുണ്ട്. ഇപ്പോൾ എത്രയും പെട്ടെന്ന് ഭാര്യാപിതാവിനെ കണ്ടതിന് ശേഷം ഒരു ദുരന്തബാധിത പ്രദേശത്തേക്ക് പോകാനുണ്ടെന്നാണെങ്കിൽ ആ ഹെലികോപ്റ്റർ അദ്ദേഹം ഉപയോഗിച്ചാൽ പേഴ്സണലി എനിക്കതിനകത്ത് വിയോജിപ്പുകളില്ല. കാരണം സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രി അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ നിങ്ങൾ പേഴ്സണൽ ആവശ്യത്തിനാണോ ഉപയോഗിച്ചത്? എനിക്ക് ഇത്രയും പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള പരിപാടികളുണ്ടായിരുന്നു, അതിനുവേണ്ടി ഞാൻ ഹെലികോപ്റ്റർ ഉപയോഗിക്കേണ്ടി വന്നു. അതിൽ എൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് ഉപയോഗിച്ചിട്ടുള്ള ഒരു കാര്യത്തിന് ഒന്നെങ്കിൽ അദ്ദേഹത്തിന് മാപ്പ് പറയാം, അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, അപ്പോൾ പോലും അദ്ദേഹത്തിന് വേണമെങ്കിൽ മാപ്പ് പറയാം. അതല്ലെങ്കിൽ ആ ചിലവ് എൻ്റെ ശമ്പളത്തിൽ നിന്ന് വെക്കാം എന്ന് പറയാം. അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു ഒരു എക്സ്പ്ലനേഷൻ. അതിനകത്ത് ഒരു ഇൻവെസ്റ്റർ കടന്നു വരുന്നു, ഇൻവെസ്റ്റർ ആരാണെന്ന് ഞാൻ ആരോടും പറയില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ പ്രകോപിതനായ ഒരാളുടെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലെയാണ് എനിക്കത് കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. മറ്റൊരു പ്രധാന ആരോപണം അദ്ദേഹം വിരുന്നിൽ പങ്കെടുക്കാൻ പോയി എന്നുള്ളതാണ്. മുഖ്യമന്ത്രി രാവിലെ 5 മണി മുതൽ എല്ലാ ആൾക്കാരെയും വിളിച്ച് കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോൾ 3 മണിയായത്രേ. അപ്പോൾ അദ്ദേഹം മലബാറിൽ ഒരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ ചെല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊരു ലീഗ് നേതാവിൻ്റെ വീടായിരുന്നു. പക്ഷേ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ഭക്ഷണം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഭക്ഷണം കഴിക്കാൻ ഞാൻ പോയി. അപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നത് വിരുന്നിൽ പങ്കെടുക്കാൻ പോയി എന്നുള്ളതാണ്. ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയതാണ്. ഉച്ചഭക്ഷണം ഞാൻ ലേറ്റായിട്ടാണ് കഴിച്ചത്. അപ്പം ഞാൻ ഭക്ഷണം കഴിച്ചാണോ തെറ്റ്? നിങ്ങൾ എന്നോട് ക്ഷമിക്കേ. ഞാൻ പറയാം, നിങ്ങളുടെ സൗഹൃദ വലയത്തിൽ ഇങ്ങനൊരാളുണ്ടെങ്കിൽ നിങ്ങളൊരു പ്രധാന പ്രശ്നം പറയുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം എടുത്തു വെച്ച് അതിൻ്റെ അകത്തെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു മറു ആർഗ്യുമെൻ്റ് എടുത്തു വെച്ച് മാപ്പ് പറഞ്ഞ് നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന, അതായത് മുഖ്യമന്ത്രി ആ സമയത്ത് വിരുന്നിൽ പങ്കെടുക്കാൻ പോയത് തെറ്റായിപ്പോയി എന്ന് പറയുമ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചത് തെറ്റായിപ്പോയോ എങ്കിൽ ഞാൻ ഇനി മുതൽ ഭക്ഷണം കഴിക്കുന്നില്ല, കഴിഞ്ഞ മുഖ്യമന്ത്രി ഭക്ഷണം കഴിക്കാതെയാണോ ചെയ്തത്, ഞാൻ ഇനി മുതൽ പട്ടിണി ഇറന്നോളാം എന്നൊക്കെ പറയുന്നത് ഈ ചോദ്യം ചോദിക്കുന്ന ആളുകളെ കുറ്റക്കാരാക്കി കാണിച്ചുകൊണ്ട് ഈ ബ്ലെയിമിങ് അല്ലെങ്കിൽ അതിന് ഒരു മാനിപ്പുലേഷൻ ഒക്കെയാണ് എനിക്ക് വിളിക്കാൻ തോന്നുന്നത്. നമ്മൾ കൃത്യമായിട്ടുള്ളൊരു ആർഗ്യുമെൻറ്റ് മുന്നിലേക്ക് വെച്ചു, ആ ആർഗ്യുമെൻറ്റിനെ കുറിച്ച് സംസാരിക്കുക. ഇവിടെയും മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ അതൊരു വിരുന്ന് നടക്കുന്ന സ്ഥലമായിരുന്നു, വിരുന്നിൽ പങ്കെടുക്കുക എന്നുള്ളത് പ്രീ പ്ലാൻഡ് ആയിരുന്നു. പക്ഷേ എൻ്റെ മാനസികാവസ്ഥയിൽ ഞാൻ ആ വിരുന്നിൽ പങ്കെടുക്കുക എന്നുള്ളതിനേക്കാൾ ഞാൻ ആ സമയത്ത് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്, ഞാൻ എത്രയും പെട്ടെന്ന് അവിടുന്ന് പോന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നതിന് പകരം മുഖ്യമന്ത്രി പറയുന്നത് ഞാൻ ഭക്ഷണം കഴിച്ചാൽ തെറ്റായിപ്പോയോ. അതൊരു വിരുന്നായിരുന്നു, മുൻകൂട്ടി ക്ഷണിക്കപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്ന നിരവധി ഭക്ഷണങ്ങൾ നിരത്തി വെച്ചിട്ടുള്ള ഒരു വിരുന്നിലാണ്, ഒരു ഭക്ഷണ വിരുന്നിലാണ് മുഖ്യമന്ത്രി പങ്കെടുത്തിട്ടുള്ളത്. അതൊരു തെറ്റാണെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ ഇവിടെയും വൈകാരികമായ കുറേ എലമെൻറ്റുകളുണ്ട്. കുറേ മനുഷ്യർ ക്യാമ്പുകളിലേക്ക് എത്തപ്പെട്ട് ഇനി എന്താണ് ഭാവി എന്നറിയാതെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ അവർക്ക് മുഖ്യമന്ത്രി പറഞ്ഞ പോലെ അവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം എത്തിയിട്ടുണ്ടാവും. ചായയും രാവിലത്തെ പലഹാരവും ഉച്ചക്കത്തെ ഭക്ഷണവും വൈകുന്നേരത്തെ ചായയും എല്ലാം മൃഷ്ടാനം അവരുടെ മുന്നിലേക്ക് എത്തുന്നുണ്ടാവും. പക്ഷേ ഈ ഭക്ഷണമൊക്കെ മുന്നിൽ വന്നാലും കഴിക്കാൻ പറ്റുന്നൊരു സാഹചര്യമല്ല. എത്രയോ വർഷങ്ങൾ കൊണ്ട് ഞാനോ എൻ്റെ മുൻ തലമുറയൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഭൂമിയും അവിടെ പണിതുയർത്തിയിട്ടുള്ള വീടും അതിനകത്ത് കൂട്ടിവെച്ചിട്ടുള്ള ഏറ്റവും സുരക്ഷിതമായി സൂക്ഷിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം പോവാണ്. ഇനി തിരിച്ചു ചെല്ലുമ്പോൾ അവിടെ വീടുണ്ടോയെന്നറിയില്ല. അതിനിടയ്ക്ക് ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട ആളുകളുണ്ട്, ഇവരുടെ സങ്കടങ്ങളുണ്ട്. ഇതെല്ലാം നിൽക്കുമ്പോൾ നമ്മൾ മാധ്യമങ്ങൾ തുറന്നു നോക്കുമ്പോൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളാണ് മുഖ്യമന്ത്രിയാക്കിയിട്ടുള്ള സമൂഹ മാധ്യമങ്ങളാണ്. ഈ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് നിരത്തി വച്ചിരിക്കുന്ന ആഹാര കൂമ്പാരത്തിന് മുന്നിൽ നിന്ന് എന്തെടുക്കണം എന്ന് ആലോചിച്ച് കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്ന മുഖ്യമന്ത്രിയാണ്. അയാൾക്ക് ചുറ്റും ഈ ഒരു വിരുന്നിൽ പങ്കെടുക്കാൻ സാധിച്ചല്ലോ എന്ന് പറയുന്ന ആത്മനിർവൃതി അടഞ്ഞു നിൽക്കുന്ന മനുഷ്യരുടെ മുഖങ്ങളാണ്. ഇത് കാണുന്ന കേരളത്തിലെ ദുരന്തബാധിത പ്രദേശങ്ങളിലുള്ള ആളുകളും അവർക്ക് വേണ്ടപ്പെട്ടവരായിട്ടുള്ള ആളുകളും ഒക്കെ ചിന്തിക്കുക, മുഖ്യമന്ത്രി എന്താ ഇങ്ങനെ. ഇവിടെ ഞാൻ പറയുന്നു, പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ് മുഖ്യമന്ത്രി ചെയ്യേണ്ടിയിരുന്നത് എന്നുള്ളതാണ്. ഈ ആളുകളുടെ വികാരങ്ങളാണ്, അവരുടെ ആവശ്യങ്ങളാണ് മുഖ്യമന്ത്രി
പ്രയോറിറ്റൈസ് ചെയ്യേണ്ടിയിരുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് 3 മണിയായിട്ടും ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ 2 മണിക്ക് അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിനോട് പറഞ്ഞാൽ അവരെ തൊട്ടടുത്തുള്ള ഹോട്ടലിൽ നിന്ന് ഭക്ഷണം എത്തിക്കില്ലേ? പിന്നെ മുഖ്യമന്ത്രിയുടെ പരിപാടികളെല്ലാം നീണ്ടുപോകാൻ സാധ്യതയുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു സമയത്ത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷേ വളരെ കൃത്യതയോടുകൂടി അത് കൈകാര്യം ചെയ്യുന്ന ഒരു ടീം അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടാകും. എങ്കിൽ പോലും ഇതുപോലെ ഭക്ഷണം ലേറ്റ് ആവുന്നത് പോലെയുള്ള സാഹചര്യങ്ങളെ മറികടക്കാൻ മറ്റു മാർഗ്ഗങ്ങളില്ലേ? 3 മണിയായി, എടോ നമുക്ക് ആ വിരുന്ന് നടക്കുന്ന സ്ഥലത്ത് പോയിട്ട് വേണം, എനിക്ക് വിശപ്പിന് കുറച്ച് ഭക്ഷണം കഴിക്കാൻ എന്നൊരു സാഹചര്യം അല്ലല്ലോ. അപ്പോൾ അത് പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു വിരുന്നിൽ പങ്കെടുത്തതാണ്. ഞാൻ അങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ ആ പരിപാടിയിൽ പങ്കെടുത്തതിൽ എനിക്ക് ഖേദമുണ്ട്. പക്ഷേ അത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത പരിപാടിയായിരുന്നു. അവിടെ ചെന്ന് ഞാൻ ഭക്ഷണം കഴിച്ചു. കേരളത്തിലെ ജനങ്ങൾക്കൊപ്പം തന്നെയാണ് എൻ്റെ മനസ്സുള്ളത് എന്നൊക്കെ പറയുന്നതിന് വരെ ഇദ്ദേഹം പറയുന്നത് ഞാൻ കഴിച്ചത് തെറ്റായിപ്പോയി. ഇങ്ങനൊരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അവരായിട്ട് ബ്രേക്കപ്പ് ആവാം. കാരണം നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ പ്രാധാന്യമില്ലാത്ത കാര്യത്തിനെ കണക്ട് ചെയ്ത് ആ ബ്ലെയിം നിങ്ങളിലേക്ക് തിരിച്ചു വെക്കുന്ന, എൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് കടുംപിടുത്തം പിടിക്കുന്ന ഒരാളാണ്. അവരൊരിക്കലും അവരുടെ മിസ്റ്റേക്സ് അക്സെപ്റ്റ് ചെയ്യില്ല, അവരൊരിക്കലും തിരുത്തില്ല. അല്ലെങ്കിൽ അവർ തന്നെ അത് മനസ്സിലാക്കിയിട്ട് സ്വയം മാറാൻ തയ്യാറാവണം. അല്ലാത്ത പക്ഷം ഇങ്ങനെയുള്ള സുഹൃത്തുക്കളെ വിശ്വസിക്കരുത്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിപ്പോയി. അദ്ദേഹമാക്കി മാറ്റിയ പുതുതലമുറയിലെ വോട്ടർമാർ, സോഷ്യൽ മീഡിയയിലെ ഉപഭോക്താക്കൾ, അവരൊക്കെയും അദ്ദേഹത്തിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ കാണുന്നുണ്ട്, ഈ ബോഡി ലാംഗ്വേജ് കാണുന്നുണ്ട്. അതിൽ അദ്ദേഹം നടത്തിയ ഒരു വെല്ലുവിളി, ഈ കഴിഞ്ഞ മുഖ്യമന്ത്രിയോട് നിങ്ങൾ ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ചോദിക്കില്ലല്ലോ, എൻ്റെ അടുത്ത് എൻ്റെ മെക്കിട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണല്ലോ, കാരണം ഞാൻ അതിന് അവസരം തരുന്നതുകൊണ്ടല്ലേ, ഇതില്ലാതാക്കരുത്. സോ എനിക്ക് നിങ്ങളെ ഇപ്പോൾ ആവശ്യമുണ്ട് എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ അവസരം തരുന്നതാണ്. മാധ്യമപ്രവർത്തകരോട് പറയുകയാണ്. ഇതേ കാര്യത്തിനാണ് മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ കേട്ടിട്ടുള്ളത്. അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പുലർത്തിയിട്ടുള്ള ഒരു അപ്രഖ്യാപിത വിലക്കുണ്ടായിരുന്നു. ഇവിടെ വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രിയും പറയുന്നത് മര്യാദക്കല്ലെങ്കിൽ ഞാൻ നിങ്ങളെ വിലക്കുമെന്നാണ്. ഇതില്ലാതാക്കരുത്. ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് എനിക്ക് അപ്രിയമായ ചോദ്യങ്ങൾ ചോദിച്ച് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവസ്ഥയിൽ വന്നാൽ ഞാൻ നിങ്ങളെ വിലക്കും. നേരത്തെ വിലക്കും ഈ വിലക്കിൻ്റെ ഭീഷണിയും തമ്മിൽ എനിക്ക് വലിയ വ്യത്യാസമൊന്നും ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ കേട്ടപ്പോൾ വളരെ ആശ്വാസം തോന്നിയ, സമാധാനം ഫീൽ ചെയ്തൊരു കാര്യം, ദുരന്തബാധിതരായിട്ടുള്ള, നഷ്ടങ്ങളുണ്ടായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് കൊടുക്കുന്ന നഷ്ടപരിഹാര തുകയിൽ ഒരു വർധന ഉണ്ടാക്കി എന്നുള്ളതാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി തുടർന്ന് പോന്നിരുന്ന ആ നഷ്ടപരിഹാര തുകയിൽ ഒരു വർധന ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത് തീർച്ചയായും ഒരുപാട് ആളുകൾക്ക് ആശ്വാസം നൽകുന്നൊരു കാര്യമാണ്. 20 വർഷം മുമ്പോ 15 വർഷം മുമ്പോ കിട്ടിയിരുന്ന 10 ലക്ഷം രൂപ എന്ന് പറയുന്ന ആശ്വാസ തുക ഇന്ന് ഒരാശ്വാസ തുകയല്ല. ജീവിത ചെലവുകൾ കൂടി ജീവിതം രണ്ടാമതൊന്ന് കരുപിടിപ്പിച്ചുകൊണ്ട് വരുമ്പോൾ അവരുടെ മുന്നിലുള്ള വെല്ലുവിളികൾ, അതിന് വേണ്ടുന്ന പണം, ഇതൊക്കെ വളരെ വലിയൊരു തുകയായിട്ട് മാറിയിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ 10 നിന്ന് 12 13 ആ നഷ്ടപരിഹാര തുക ഉയർത്തുക എന്ന് പറയുന്നത് തീർച്ചയായും കാലോചിതമായിട്ടുള്ളൊരു മാറ്റമാണ്. അത് കൊണ്ടുവരുന്ന വി.ഡി. സതീശൻ സർക്കാരിന്, അത് മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന സർക്കാരിന് എല്ലാവിധ ആശംസകളും നന്ദിയും അറിയിക്കുകയാണ്. പിന്നെ കൃഷിനാശം ഉണ്ടായിട്ടുള്ള ആളുകൾക്ക് കൊടുക്കുന്ന നഷ്ടപരിഹാര തുകയെക്കുറിച്ചും അത് റിവൈസ് ചെയ്യുന്നതിനെക്കുറിച്ചും ഉടനെ ഒരു ചർച്ച ഉണ്ടാവുമെന്നും തീരുമാനം ഉണ്ടാവുമെന്നും അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ കർഷകർക്ക് അത് നൽകുന്ന ആശ്വാസവും വളരെ വലുതാണ്. പക്ഷേ തന്നോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകളെ ദേശാഭിമാനിക്കാർ, കൈരളിക്കാരെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുക, എൻ്റെ പത്രസമ്മേളനം കൊളവാക്കാൻ നിങ്ങൾ ഇങ്ങോട്ട് വരണ്ടെന്ന് പറയുക, ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ സംസാരിക്കുക, അതൊരു മിനിമം മര്യാദയാണ്. പക്ഷെ പറഞ്ഞത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി, അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് പത്രപ്രവർത്തകരെ നിശബ്ദരാക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് അവർ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഒരുപക്ഷെ പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്ന ആളുകൾക്കുള്ളതിനേക്കാൾ ഉയർന്ന ശബ്ദമുണ്ടാക്കാൻ മാധ്യമപ്രവർത്തകർക്ക് പറ്റും. അവരാണ് ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്രതിപക്ഷം എന്ന് പറയുന്നത്. അവർ ചോദ്യങ്ങൾ ചോദിക്കും. ആ സമയത്ത് അക്ഷമനായിട്ടോ അവരെ കുറ്റം പറഞ്ഞിട്ടോ ചോദിക്കുന്ന ചോദ്യങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് ആളുകളെ പറ്റിക്കാൻ ശ്രമിച്ചിട്ടോ അങ്ങനെയല്ല രക്ഷപ്പെടാൻ ശ്രമിക്കേണ്ടത്. കൃത്യമായ മറുപടികൾ കൊടുക്കുക. ഒരു സോറി പറയുന്നതിൽ ഒരു തെറ്റുമില്ല. നമ്മുടെ നാട്ടിലെ പൂക്കി ജനറേഷൻ അത് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അവരുടെ മുമ്പിൽ സോറി പറയുന്ന ഒരു തോറ്റുപോയവരല്ല, ജയിക്കാൻ കരുത്തുള്ളവനെ ഇവിടെ അപ്പോളജൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും പറയാനുള്ളത്, എല്ലാവരോടും നിങ്ങൾ സേഫായിരിക്കുക. കിട്ടുന്ന മുന്നറിയിപ്പുകളെ അർഹിക്കുന്ന പ്രാധാന്യത്തോടു കൂടി നോക്കിക്കാണുക. ഇതിന് മുൻപത്തെ പ്രളയം വന്ന സമയത്ത് നമുക്ക് സുരക്ഷിത സ്ഥാനങ്ങളായിരുന്ന സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങൾ ഇപ്പോഴും സുരക്ഷിതമാവണമെന്നില്ല. പക്ഷേ സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് കിട്ടുന്ന നിർദ്ദേശങ്ങളിൽ നിന്നും മനസ്സിലാക്കി അങ്ങോട്ടേക്ക് മൂവ് ചെയ്യുക. ഇത്തവണയും പല ആളുകളും ഈ 1-ാം നില മുഴുവൻ വെള്ളം കയറിയപ്പോൾ 2-ാം നിലയിൽ കയറിയിരിക്കുക, രക്ഷാപ്രവർത്തകർ വരുമ്പോൾ ഞങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞ് നിൽക്കുക, അങ്ങനെയുള്ള ആളുകളെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിന് മുൻപ് ഇങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞതുപോലെ വളരെ പെട്ടെന്ന്, ഒട്ടും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ അത്രയും വലിയ അതിതീവ്ര മഴയാണ് സംഭവിക്കുന്നത്. സോ മുന്നറിയിപ്പുകളെ തീർച്ചയായും സ്വീകരിച്ച് ഏറ്റവും സേഫായിട്ടുള്ള സ്ഥാനങ്ങളിലേക്ക് മാറുക. നമ്മുടെ സേഫ്റ്റി എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി
നമ്മുടെ മാത്രം പ്രയോറിറ്റിയാണ്. ഗവൺമെൻറ് സംവിധാനങ്ങളുണ്ടാവും, രക്ഷാപ്രവർത്തകരുണ്ടാവും, അവനവൻ്റെ ജീവൻ പോലും മാറ്റിവെച്ച് നമ്മളോടൊപ്പം നിൽക്കുന്ന ആളുകളുണ്ടാവും. പക്ഷേ അടിസ്ഥാനപരമായി അതിന് വേണ്ടുന്ന ആദ്യത്തെ സ്റ്റെപ്പ് എടുത്ത് വെക്കേണ്ടത്, ഇത് ഫസ്റ്റ് പ്രയോറിറ്റി ആക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അവനവൻ്റെ ജീവനും ആരോഗ്യത്തിനും മുകളിൽ നിൽക്കുന്ന മറ്റൊരു കാര്യവും ഇവിടെ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടതില്ല. തെറ്റായ ധാരണകൾ, തെറ്റായ വാർത്തകൾ അതിന് പിന്നാലെ പോകുന്നതിന് പകരം ഗവൺമെൻറ് നമ്മളെ അറിയിക്കുന്ന കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പുകളുണ്ട്. നമുക്ക് മൊബൈൽ ഫോണിൽ അലേർട്ട് വരുന്ന സംവിധാനം ഇപ്പോൾ ഉണ്ട്. സുരക്ഷാ പ്രവർത്തകരും ജനപ്രതിനിധികളും ഒക്കെ നമുക്ക് കൈമാറുന്ന ഇൻഫർമേഷൻസ് ഉണ്ട്. അത് വിശ്വസിക്കുക. അതിനപ്പുറത്തേക്ക് വാട്സപ്പ് യൂണിവേഴ്സിറ്റികൾ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ വിശ്വസിക്കുകയോ അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളെ ഓർത്ത് പേടിക്കുകയോ ചെയ്യാതിരിക്കുക. പക്ഷേ പ്രിപ്പയർഡ് ആയിട്ടിരിക്കാം. നമ്മുടെ മുൻ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, ഭയം വേണ്ട, ജാഗ്രത മതിയെന്ന്. പക്ഷേ ഇത്തരമൊരു സാഹചര്യത്തിൽ ഒരല്പം ഭയം നല്ലതാണ്. നമ്മുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ്, നമ്മുടെ കുടുംബത്തെ സുരക്ഷിതമായി നിലനിർത്താൻ വേണ്ടിയാണ്, നമ്മുടെ ചുറ്റുപാടുള്ള ആളുകൾ സേഫായിരിക്കാൻ വേണ്ടിയാണ്. ഒരല്പം ഭയം വേണം, ഒരല്പം കൂടുതൽ ജാഗ്രത നമ്മൾ കാണിക്കണം. ആൻഡ് ഈ ദുരിതബാധിത പ്രദേശങ്ങളിൽ അല്ലാതെയുള്ള ആളുകൾക്ക് അവരെയൊക്കെ സഹായിക്കാൻ, ബാധിക്കപ്പെട്ടിട്ടുള്ള ആളുകളെ സഹായിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും സേഫായിട്ടുള്ള ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് CMൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവനകളാണ്. നമുക്ക് ഒരുമിച്ച് നിൽക്കാം, ഒരുമിച്ച് കരകയറാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക. ഈ വീഡിയോയിൽ മുഖ്യമന്ത്രി VD സതീശൻ എന്ന വ്യക്തിയെ അവഹേളിക്കുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം. ചില പ്രയോഗങ്ങൾ, ചില മറുപടികളുടെ രീതികൾ പ്രയോറിറ്റൈസ് ചെയ്യുക, കൺസിഡറേറ്റീവ് ആകുക, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളുടെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാനുള്ളൊരു ചെറിയ ശ്രമം അത്രേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഇതൊക്കെ എൻ്റെ ഒപ്പീനിയനാണ്. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ആരോഗ്യകരമായ ചർച്ചകളാവാം.